അവരുടെ അച്ഛനമ്മയുള്ള കാടിനുള്ളിൽ ഒരു പൂച്ച വന്നിരുന്നു. ആ പൂച്ച കാട്ടിലെ എല്ലാ പറവകളെയും ഓരോന്നായി വേട്ടയാടി കഴിച്ചു. ഇപ്പൊ കറുത്ത അരയന്നത്തിന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാട്ടിലെ ബാക്കിയുള്ള പറവകൾ പറഞ്ഞതുകൊണ്ട് അരയന്ന പക്ഷിക്ക് ഇതിനെ കുറിച്ച് മനസ്സിലായി. കറുത്തരയന്നമേ, നിങ്ങളുടെ കാട്ടിൽ ഒരു മോശമായ പൂച്ച വന്നെന്ന് കേട്ടു. പിന്നെ അത് എല്ലാ പറവകളെയും വേട്ടയാടിയെന്ന്. കുറച്ച് പറവകളെ ബാക്കിയുള്ളൂ എന്ന്. നീ പറയുന്നത് സത്യമാണോ? അത് സത്യമാണെങ്കിൽ ഇങ്ങനെയുള്ള കഷ്ടമുള്ള സമയത്ത് ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം ഇരിക്കണം. കറുത്ത അരയന്നം പറന്നുകൊണ്ട് അവരുടെ അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മേ, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ജീവനോടെയുണ്ട്. ഞാൻ നിങ്ങളെ ഒന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല. ഞാൻ നോക്കിക്കോളാം അമ്മേ. മോനെ, നിന്റെ അച്ഛനെയും അനിയനെയും ആ മോശമായ പൂച്ച കൊന്നു. അങ്ങനെ പറഞ്ഞ് അവരുടെ അമ്മ കരഞ്ഞുകൊണ്ടിരുന്നു. അത് കേട്ട് കറുത്തരയന്നം അവരുടെ അമ്മയെ കെട്ടിപ്പിടിച്ചു. നിങ്ങൾ വിഷമിക്കണ്ട അമ്മേ, നിങ്ങളുടെ വേറെ മകൻ ജീവനോടെ തന്നെയുണ്ട്. നിങ്ങളെ എന്റെ ഒപ്പം കൊണ്ടുപോകാം. വരൂ, നമുക്ക് ഈ കാട് വിട്ട് വേറെ കാട്ടിൽ പോകാം. ആ സ്ഥലത്ത് എനിക്കൊരു വീടുമുണ്ട്.